കുരിശിനാലെ മർത്യപാപങ്ങൾ പരിഹരിച്ചൊരു ലോകനാഥാനീ, കുരിശു താങ്ങി നടന്ന വീതിയിൽ കരളലിഞ്ഞു വരുന്നിതാ ഞങ്ങൾ. കുരിശിലാണെൻ ശാന്തിയും ബലവും, കുരിശിലാണെൻ നിത്യ സൗഭാഗ്യം. പരമനാഥ നിൻ പ്രിയം നേടാ, കുരിശു പോലൊരു മാർഗമില്ലിളമേ. പ്രാരംഭ പ്രാർത്ഥന. പിതാവായ ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. അങ്ങേ പ്രിയപുത്രൻ നടന്ന കുരിശിൻ്റെ വഴിയിലൂടെ നടക്കാനും കുരിശിൻ്റെ സന്ദേശം മനസ്സിലാക്കാനും ആഗ്രഹിച്ച് ഞങ്ങളിതാ അങ്ങയുടെ മുൻപിൽ നിൽക്കുന്നു. കുരിശിൻ്റെ വഴിയിലൂടെ നിത്യതയുടെ മഹത്വത്തിലേക്കുള്ള പാത അങ്ങേ പുത്രൻ ഞങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. കുരിശെടുത്ത് നടന്ന യേശുവിനെ ആത്മാർത്ഥമായി അനുഗമിക്കുവാനും ഞങ്ങളുടെ ജീവിത കുരിശുകളും ക്ലേശങ്ങളും അതിനോട് ചേർത്ത് വയ്ക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. കരകളേതും തീണ്ടിടാത്തവനേ, മരണശിക്ഷയ്ക്കായി വിധിക്കുന്നു. കൽമഷം കലരാത്തൊരജസുതനേ, കുരിശിലേറ്റുവാൻ വിധിക്കുന്നു. രക്ഷമർത്യനു നൽകിടാൻ വന്നു, സ്വർഗവാതിൽ തുറക്കാൻ വന്നു. മർത്യനോ നിനക്കു നിഷ്കരുണം, കൈവിലങ്ങു തീർത്തിടുന്നല്ലോ. ഒന്നാം സ്ഥലം. ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. സഭാധികാരികൾക്കും രാഷ്ട്രീയ അധികാരികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവനെ ക്രൂശിക്കുക. ബഹളം വർദ്ധിക്കുന്നതല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കിയ പീലാത്തോസ് വെള്ളമെടുത്ത് ജനങ്ങളുടെ മുൻപിൽ വച്ച് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, അത് നിങ്ങളുടെ കാര്യമാണ്. അപ്പോൾ ജനം മുഴുവൻ മറുപടി പറഞ്ഞു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും ആയിക്കൊള്ളട്ടെ. അപ്പോൾ അവൻ ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടി കൊണ്ടടിപ്പിച്ച് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. യാതൊരു കുറ്റവും കാണാതിരുന്നിട്ടും പീലാത്തോസ് യേശുവിനെ കുറ്റം വിധിക്കുന്നു. അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറയുന്ന ജനക്കൂട്ടം. നിശബ്ദനായി എല്ലാം സഹിക്കുന്ന ഈശോ ക്രൂരമായ അനീതിക്കാണ് താൻ ഇരയാകുന്നത് എന്നറിഞ്ഞിട്ടും
നീതിപീഠം അന്യായമാണ് പെരുമാറുന്നതെന്ന് ബോധ്യപ്പെട്ടിട്ടും മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി എല്ലാ അവഗണനയും അവിടുന്ന് സഹിക്കുകയാണ്. യേശുവേ, ആക്രോശിക്കുന്ന ജനക്കൂട്ടത്തിൻ്റെ ഒപ്പം നിന്ന് ഞാനും നിരപരാധികളെ കുറ്റം വിധിച്ചിട്ടുണ്ട്. പലപ്പോഴും അപരൻ്റെ വേദനയ്ക്കും അന്യായവിധിക്കും കാരണമായിട്ടുണ്ട്. വിധിക്കരുത്, എന്നാൽ നീയും വിധിക്കപ്പെടില്ല എന്ന അങ്ങേ വചനം ഞാനിപ്പോൾ ഓർമ്മിക്കുന്നു. കൂടെയുള്ളവരെ അന്യായമായി വിധിക്കുന്ന എൻ്റെ സ്വഭാവം ഞാൻ ഏറ്റുപറയുന്നു. മേലിൽ മറ്റുള്ളവരെപ്പറ്റി വിധി പറയാതെ അവരെ സഹായിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ശ്രമിക്കും എന്ന് വാഗ്ദാനം ചെയ്യുന്നു. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. ഭാരമേറും കുരിശു ദൈവസുതൻ മൗനമായി തൻ തോളിലേറ്റുന്നു. പരുഷമായ വീഥിയിൽ കൊടുതാ നിന്ദനങ്ങൾ സഹിച്ചു നീങ്ങുന്നു. ഈജിപ്തിൽ നിന്നു രക്ഷിച്ചു നിങ്ങളെ ഞാൻ എത്ര സ്നേഹിച്ചു. നന്ദിയായൻ തോളിലൻ ജനമേ, കുരിശു നിങ്ങൾ ചുമത്തുമല്ലോ. രണ്ടാം സ്ഥലം, ഈശോ മിശിഹ കുരിശു വഹിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഇടവകയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപരൻ്റെ ഭാരം താങ്ങാൻ വന്നവൻ ഇതാ കുരിശെടുക്കുന്നു. ഭാരമുള്ള കുരിശുമരം ശത്രുക്കൾ അവിടുത്തെ തോളിലേറ്റുന്നു. ഗാഗുൽത്തായിലേക്കുള്ള യാത്രയുടെ തുടക്കം മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സഹനയാത്രയാണിത്. മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ അവൻ കുരിശിൻ്റെ ഭാരം ചുമക്കുന്നു. യേശുവേ, ജീവിതത്തിലുണ്ടാകുന്ന വെല്ലുവിളികൾ ഏറ്റെടുക്കാതെ ചിലപ്പോഴൊക്കെ ഞാൻ പിന്തിരിഞ്ഞ് ഓടിയിട്ടുണ്ട്. എനിക്കുണ്ടാകുന്ന കുരിശുകളെ ഭയന്ന് മറ്റു പരിഹാരമാർഗങ്ങൾ തേടിയിട്ടുമുണ്ട്. ജീവിതത്തിലുണ്ടാകുന്ന സങ്കടങ്ങളും അപ്രതീക്ഷിത ദുരന്തങ്ങളും സന്തോഷത്തോടെ സ്വീകരിക്കാനും അതിൽ വിജയിക്കാനും ഉള്ള കൃപ അങ്ങ് എനിക്ക് നൽകണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. വിവശനായി തീർന്നു.
മൂന്നാം സ്ഥലം. ഈശോ 1-ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ദാരിദ്ര്യത്തിലും കടത്തിലും ജീവിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാൽവരിയിലേക്കുള്ള യാത്രയിൽ അവിടുന്ന് കുരിശിൻ്റെ ഭാരം വഹിക്കാനാവാതെ വീഴുന്നു. മർദ്ദിക്കുകയും നിന്ദാവാക്യങ്ങൾ ഉരുവിടുകയും ചെയ്യുന്ന പട്ടാളക്കാർ, യൂതന്മാരുടെ പരിഹാസവിളികൾ, മാനസികമായി തളർത്തുന്ന പശ്ചാത്തലം, അതിനിടയിൽ അവിടുന്ന് ശാരീരികമായി തളർന്ന് താഴെ വീഴുകയാണ്. യേശുവേ, എൻ്റെ കുടുംബവും ജോലിയും ബന്ധങ്ങളും എല്ലാം താങ്ങാൻ പറ്റാത്ത ഭാരമായി ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നിസ്സാര ഭാരം പോലും വഹിക്കാനാവാതെ തളർന്ന് താഴെ വീണിട്ടുണ്ട്. അങ്ങയുടെ നാമമറിയുന്നവർ അങ്ങിൽ വിശ്വാസമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. അങ്ങയിൽ വിശ്വസിച്ച് അങ്ങേ നാമം വിളിച്ച് എൻ്റെ വീഴ്ചകളിൽ നിന്നും കരേറുവാൻ വേണ്ട കൃപ അങ്ങെനിക്ക് നൽകണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. തനയനെയൊരു നോക്കു കാൺമതിനാ വഴിയിലോടി വരുന്നു കന്യകയാ. ആർത്തയായൊരു വത്സലാംബികയേ, ആത്മജൻ തിരിഞ്ഞു നോക്കുന്നു. ആരറിഞ്ഞു ദിവ്യജനനീ നിൻ ഹൃദയവേദിയിലേറ്റൊരാഘാതം. കരകൾ കാണാ കടലു പോൽ നിന്റെ കഥനഭാരമുയർന്നു പെരുകുന്നു. നാലാം സ്ഥലം. ഈശോ തൻ്റെ അമ്മയെ കാണുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വീഴ്ചയുടെ വേദനയ്ക്ക് ശേഷം ഇതാ കണ്ണീരിൽ മുങ്ങിയ ഒരു സമാഗമം. നൊന്തു പ്രസവിച്ച് വളർത്തി വലുതാക്കിയ മകനെ കൊല്ലാൻ കൊണ്ടുപോകുന്നത് കാണുന്ന അമ്മയുടെ ഹൃദയവേദന. ഊഷ്മളമായ രക്തബന്ധങ്ങളുടെ അപ്രതീക്ഷിതമായ വേർപിരിയലിന് മുൻപിലത്തെ വിട പറയൽ. മകൻ്റെ വേദന കണ്ട് ആ അമ്മ നിശബ്ദമായി നിലവിളിച്ചിട്ടുണ്ടാവണം. സഹായിക്കാനും ആശ്വസിപ്പിക്കാനും ആരുമില്ലാതെ എല്ലാം അമ്മ സഹിക്കുകയാണ്. യേശുവേ, അപരൻ്റെ കണ്ണിലെ വേദനയും സങ്കടവും മുറിവുകളും കാണാൻ പലപ്പോഴും എനിക്ക് സാധിക്കുന്നില്ല. അങ്ങയുടെ വേദന അതിൻ്റെ പൂർണ്ണതയിൽ പരിശുദ്ധ അമ്മ മനസ്സിലാക്കിയതുപോലെ എൻ്റെ കുടുംബാംഗങ്ങളുടെയും മാതാപിതാക്കളുടെയും മക്കളുടെയും സുഹൃത്തുക്കളുടെയും വേദനകൾ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും വേണ്ട അനുഗ്രഹം നൽകണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. ഭാരമേറും കുരിശു
കുരിശുൾ പ്രസാദമോടെ താങ്ങിടുന്നവരീശ്വത്മജരാ ഇരുളു നീക്കി തിരി തെളിക്കുന്നു കുരിശു വഴിയിൽ ശാന്തി അരുളുന്നു. അഞ്ചാം സ്ഥലം, ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ജോലി ലഭിക്കാതെ വിഷമിച്ച് കഴിയുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ പോകുന്ന വഴി ശിമയോൻ എന്ന കിറേനേക്കാരനെ കണ്ടുമുട്ടി. യേശുവിൻ്റെ കുരിശു ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു. സഹതാപം കൊണ്ടുള്ള സഹായമായിരുന്നില്ല അത്, മറിച്ച് കാൽവരി വരെ യേശുവിനെ എത്തിച്ച് കുരിശിൽ തറച്ചു തന്നെ കൊല്ലണമെന്നുള്ള നിർബന്ധ ബുദ്ധിയായിരുന്നു അതിൻ്റെ പിന്നിൽ. നിർബന്ധിതനായിട്ടാണെങ്കിലും ശിമയോൻ യേശുവിനെ സഹായിക്കുകയാണ്. ശിമയോൻ്റെ ഹൃദയവും അനുകമ്പയാൽ നിറഞ്ഞിട്ടുണ്ടാവാം. കുരിശു വഹിക്കാൻ സഹായിച്ചതിൻ്റെ പുണ്യം അയാളുടെ ജീവിതത്തിലും നിറഞ്ഞിട്ടുണ്ടാവും. യേശുവേ, ചിലപ്പോഴൊക്കെ ഞാനും മറ്റുള്ളവരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കാറുണ്ട്. പക്ഷേ അതൊന്നും പൂർണ്ണ മനസ്സോടെ ആയിരുന്നില്ല. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചിട്ടുണ്ട്. ആവശ്യങ്ങളിൽ അവരെ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഓടി ഒളിച്ചിട്ടുണ്ട്. സ്വന്തം സുഖം മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. ഞാനൊന്ന് സഹായിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്ന അനേകരുടെ മുഖങ്ങൾ വേദനിപ്പിക്കുന്ന ഓർമ്മയായി എൻ്റെ മനസ്സിൽ തെളിയുന്നു. ശിമയോനെ പോലെ ആവശ്യങ്ങളിൽ സഹായിക്കുന്ന ഒരുവനായി ഇനിയെങ്കിലും മാറാനുള്ള എൻ്റെ ആഗ്രഹത്തെ അങ്ങ് തൃക്കൻ പാർക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. വികാരമോടെ നാഥന്റെ മുഖം തുടയ്ക്കുന്നു. ദിവ്യകാന്തി ചൊരിഞ്ഞ വദനമിതം മ്ലാനമായതു കണ്ടു കരയുന്നു. പ്രഭാതത്തിൽ പൂങ്കത് കുടമേ കൂരിരുട്ടിൽ വിരിഞ്ഞ ചന്ദ്രികയേ നിൻമുഖത്തിൻ ശോഭയെന്നെവിടെ കണ്ണിലെ പ്രകാശമെന്നെവിടെ. ആറാം സ്ഥലം, വെറോനിക്ക യേശുവിൻ്റെ മുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഭവനമില്ലാത്തവർക്കും കുടിയിറക്കപ്പെട്ടവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഹനത്തിൻ്റെ യാത്ര തുടരുകയാണ്. രക്തവും വിയർപ്പും കൂടിക്കലർന്ന് യേശുവിൻ്റെ മുഖം വിരൂപമായിരിക്കുന്നു. ഒരിക്കൽ സുന്ദരമായിരുന്നു ആ മുഖം. അനേകർ ആ ദർശനം കൊതിച്ചിട്ടുണ്ട്. ദർശനത്തിലൂടെ സൗഖ്യം ലഭിച്ചവരും ഏറെ. എതിർക്കുന്നവരുടെയും വെറുക്കുന്നവരുടെയും മധ്യത്തിലൂടെ വെറോനിക്ക
ധൈര്യസമേതം കടന്നു വന്ന് തൂവാല കൊണ്ട് ആ മുഖം തുടയ്ക്കുന്നു. അവളുടെ ഭക്തിക്കും ധൈര്യത്തിനും ആശ്വസിപ്പിക്കലിനും പകരമായി അവിടുത്തെ മുഖം അവളുടെ തൂവാലയിൽ പതിയുന്നു. യേശുവേ, എതിർക്കുന്നവരുടെ നടുവിലൂടെ കടന്നു വന്ന് അങ്ങയുടെ മുഖം തുടച്ച വേറോനിക്കയുടെ ധൈര്യം എനിക്ക് മാതൃകയാണ്. എന്നാൽ എൻ്റെ വചന ജീവിതവും സാക്ഷ്യവും പ്രഘോഷണവും എല്ലാം അനുകൂല സാഹചര്യങ്ങളിൽ മാത്രമാണ്. എൻ്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ ഉപേക്ഷിക്കും. എല്ലാവരും ഉപേക്ഷിക്കുമ്പോഴും നിന്റെ കൂടെ നടക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. അതുപോലെ എല്ലാവരും ഉപേക്ഷിക്കപ്പെടുന്നവരുടെയും ഒറ്റപ്പെടുത്തുന്നവരുടെയും അടുത്തേക്ക് വെറോനിക്കായെപ്പോലെ കടന്നു ചെല്ലാനുള്ള ധൈര്യവും എനിക്ക് നൽകണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. കഠിനവെയിലിൽ തളർന്നു വീണ്ടും ദിവ്യനാഥൻ വഴിയിൽ വീഴുന്നു. മേലേറ്റ മുറിവിൽ നിന്നല്ല ധാരയായി തിരുരക്തമൊഴുകുന്നു. പാപമല്ലോ നിർദ്ദയം നിന്നെ വഴിയിൽ വീഴ്ത്തി വ്യഥയിലാഴ്ത്തുന്നു. പാപമോർത്തു കരയുവാൻ നാഥാ, നിയതമങ്ങേ വരം നൽകണമേ. ഏഴാം സ്ഥലം. ഈശോ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. എല്ലാ രോഗികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ചുവടിലും മരണം പതിയിരിക്കുകയാണ്. അവിടുത്തെ മുറിവുകളിലെ വേദനയും മുറിവുകളിൽ നിന്ന് ഒഴുകുന്ന രക്തത്തിൻ്റെ അളവും വർദ്ധിക്കുന്നു. ചുട്ടുപൊള്ളുന്ന വെയിലും അപാരമായ വേദനയും അവിടുന്നതാ രണ്ടാം പ്രാവശ്യം വീഴുന്നു. യേശുവേ, എല്ലാ ശക്തിയും ചോർന്നു പോകുന്ന വേളകൾ എനിക്കും ഉണ്ടാകാറുണ്ട്. തുടർച്ചയായി ഞാനും വീഴാറുണ്ട്. ആത്മീയമായും മാനസികമായും ഞാൻ ഏകാകിയും പീഡിതനുമാണ്. എൻ്റെ ഹൃദയവ്യഥകൾ ശമിപ്പിക്കണമേ. മനോക്ലേശത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എൻ്റെ ശക്തി വീണ്ടെടുക്കാനും ഉത്സാഹം പുനർജീവിപ്പിക്കാനും എന്നെ എല്ലാ വീഴ്ചകളിൽ നിന്നും കരയേറ്റാനും അങ്ങ് കടന്നു വരണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. എന്നെയോർത്തിതമെന്തിനോർ സ്ലേമിൻ പുത്രിമാരെ നിങ്ങൾ കേഴുന്നു. മനമലിഞ്ഞു കരഞ്ഞ വനിതകളിൽ സാന്ത്വനത്തിൻ കതിരു ചിന്തുന്നു. കര
കരയുവിൻ ഭൂവി നിങ്ങളെയോർത്തും സ്നേഹമേറും തനയരെയോർത്തും അഴലു തിങ്ങിയ നിശയിതാ മുന്നിൽ കണ്ണുനീരിൻ കയമതാ മുന്നിൽ. എട്ടാം സ്ഥലം. യേശു ജെറുസലേം സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അവഗണിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നു. അവരുടെ നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞു, ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. എന്തെന്നാൽ വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത പയോധരങ്ങൾക്കും ഭാഗ്യം എന്ന് പറയുന്ന ദിവസം വരും. അന്ന് അവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങും. ജെറുസലേമിൻ്റെ പതനവും അവരെ കാത്തിരിക്കുന്ന ദുരിതവും അവിടുത്തെ മനസ്സിലേക്ക് ഓടിയെത്തിയിട്ടുണ്ടാവണം. സ്വന്തം വേദനയേക്കാൾ അവർക്കുണ്ടാകാൻ പോകുന്ന കഷ്ടതകളോർത്ത് അവിടുന്ന് ജെറുസലേം സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. യേശുവേ, സ്വന്തം വേദനയെ മറന്ന് മറ്റുള്ളവർക്കുണ്ടാകാൻ പോകുന്ന വേദനയെ ഓർത്ത് അങ്ങ് അവരെ ആശ്വസിപ്പിക്കുന്നല്ലോ. സ്വന്തം തിരക്കുകളും വേദനയും കാരണം മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് സമയമില്ല. അനുഭാവപൂർവം മറ്റുള്ളവരുടെ ദുരിതങ്ങൾ കാണാനും അവരുടെ വേദനകളിൽ ആശ്വസിപ്പിക്കാനും ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കാനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. കൈകാൽ കുഴഞ്ഞു വലിയുന്നു, മിഴികളൊന്നായി മങ്ങിയിരുളുന്നു. മൂന്നാമതുമേശു ദുർബലനാ, കൂർത്ത കല്ലിൽ വീണു പിടയുന്നു. വിനകളിൽ ഞാൻ വഴുതി വീഴുമ്പോൾ സ്നേഹമെന്നിൽ ശിഥിലമാകുമ്പോൾ വിരവുടങ്ങേ കരമുയർത്തണമേ. ബലമുടനെ കരകയറ്റണമേ. ഒൻപതാം സ്ഥലം. ഈശോ മിശിഹ മൂന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ജീവിതാന്തസ് തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുന്നവർക്കും വിവാഹം മുടങ്ങി നിൽക്കുന്നവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കടയാത്ര കാൽവരിയുടെ സമീപത്ത് എത്തുന്നു. ശരീരത്തിൻ്റെ ശക്തിയൊക്കെ ഇല്ലാതാകുന്നു. ഊർജമെല്ലാം
ചോർന്നു പോയിരിക്കുന്നു. ഒരടി പോലും മുന്നോട്ട് വയ്ക്കാനാവാതെ അവിടുന്ന് 3-ാം പ്രാവശ്യം വീഴുന്നു. യേശുവേ, തുടർച്ചയായ പരാജയങ്ങളും വീഴ്ചകളും എന്നെ നിരാശയിലാഴ്ത്താറുണ്ട്. രോഗങ്ങളിൽ നിന്ന് ഒരിക്കലും സൗഖ്യം ലഭിക്കില്ലെന്നും കടങ്ങൾ ഇളച്ചു കിട്ടുകയില്ലെന്നും ജീവിതത്തിലെ ഇരുണ്ട രാത്രികൾക്ക് ഒരിക്കലും അവസാനമുണ്ടാകില്ലെന്നും ഞാൻ വിചാരിച്ചു പോയിട്ടുണ്ട്. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ആത്മഹത്യയെക്കുറിച്ച് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ദൈവമാണ് എൻ്റെ രക്ഷ. ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയെപ്പോലെ എല്ലാ വീഴ്ചകളിൽ നിന്നും പ്രതീക്ഷയോടെ എഴുന്നേറ്റ് മുൻപോട്ട് പോകുവാൻ വേണ്ട കൃപ എനിക്ക് നൽകണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. അല്ലലേറിയൊരന്ത്യയാത്രയതാ ഗാഗുൽത്താമലയിലെത്തുന്നു. നിന്ദനത്തിൻ തികവിനായി ഗുരുവിൻ വസ്ത്രമെല്ലാം ഊരി മാറ്റുന്നു. വിശുദ്ധീതൻ വെള്ളവസ്ത്രങ്ങൾ ചാർത്തി എന്നെ കാത്തുകൊള്ളണമേ. നിൻ പ്രസാദം നേടുവാനുലകിൽ സർവവും ഞാൻ ത്യജിച്ചിടുന്നു. പത്താം സ്ഥലം യേശുവിൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. എല്ലാ മക്കൾക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തലയോടിടം എന്നർത്ഥമുള്ള ഗാഗുൽത്താമലയിൽ അവർ അവനെ കൊണ്ടുവന്നു. അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ച് ഓരോരുത്തനും എടുക്കേണ്ട വീതത്തിന് കുറിയിട്ടു. രക്തത്താൽ മുറിവുകളോട് ഒട്ടിച്ചേർന്നിരുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തപ്പോൾ എത്ര ഭയാനകമായ വേദനയായിരിക്കണം അവിടുന്ന് അനുഭവിച്ചത്. വസ്ത്രത്തോടൊപ്പം ശരീരഭാഗങ്ങളും അടർന്നു വന്നിട്ടുണ്ടാവണം. നഗ്നനായി ഭൂമിയിലേക്ക് പിറന്നു വീണവൻ ഇതാ വീണ്ടും മനുഷ്യരാൽ നഗ്നനാക്കപ്പെടുന്നു. യേശുവേ, അങ്ങയെപ്പോലെ ഞാനും നഗ്നനാക്കപ്പെട്ടിട്ടുണ്ട്. പൊതുജനമധ്യേ പരസ്യമായി എന്നെ എതിർക്കുന്നവർ എൻ്റെ മാന്യതയുടെയും സൽപ്പേരിൻ്റെയും വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റിയിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിലും സമൂഹത്തിലും ഞാൻ പരിഹാസ്യനായിട്ടുണ്ട്. പക്ഷേ ഞാൻ അങ്ങയെപ്പോലെ അവയെല്ലാം നിശബ്ദനായി സഹിച്ചില്ല. പ്രതികാര ചിന്തയായിരുന്നു എൻ്റെ മനസ്സു നിറയെ. എന്നെ എതിർക്കുന്നവരെ ഞാനും എതിർത്താൽ വിജാതീയരിൽ നിന്നും ഞാൻ വ്യത്യസ്തനല്ലെന്നും അങ്ങയുടെ യഥാർത്ഥ ശിഷ്യനാവില്ലെന്നും മനസ്സിലാക്കുന്നു. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ
ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. നാഥന്റെ കൈകാലുകൾ തറയ്ക്കുന്നു കുരിശിലാണികളാ. ദുസ്സഹമാം കൊടിയ വേദനയിൽ വിറയ്ക്കുന്നു മേനിയൊന്നാകെ. കരുണയറ്റൊരു വൈരി വൃന്ദമിതാ തുളച്ചെന്റെ കൈകൾ കാലുകളും അന്ധകാരമുയർന്നു പടരുന്നു. ഭീതിയാലൻ ചിത്തമുരുകുന്നു. പതിനൊന്നാം സ്ഥലം യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മദ്യം, മയക്കുമരുന്ന് എന്നിവ വഴി സ്വയം നശിക്കുകയും മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മീറ കലർത്തിയ വീഞ്ഞ് അവർ അവന് കൊടുത്തു. അവനത് കുടിച്ചില്ല. പിന്നീട് അവർ അവനെ കുരിശിൽ തറച്ചു. ക്രൂരതയുടെ അപാരമായ അരങ്ങേറ്റം. തങ്ങൾ വലിച്ചിഴച്ച് കൊണ്ടുവന്നവനെ അവർ കുരിശിലേക്ക് വലിച്ചെറിയുന്നു. കൈകാലുകൾ മരക്കുരിശിലേക്ക് വലിച്ചു നീട്ടുന്നു. കാരിരുമ്പാണികൾ പച്ചമാംസത്തിലേക്ക് അടിച്ചു കയറ്റുന്നു. ആ ബലഹീന ശരീരത്തെ അവർ 3 ആണികളാൽ കുരിശിൽ തറയ്ക്കുന്നു. അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂറായിരുന്നു. യഹൂദരുടെ രാജാവ് എന്ന് അവൻ്റെ പേരിൽ ഒരു കുറ്റപത്രവും എഴുതി വച്ചിരുന്നു. അവനോടുകൂടെ 2 കവർച്ചക്കാരെയും അവർ കുരിശിൽ തറച്ചു. ഒരുവനെ അവൻ്റെ വലതുവശത്തും അപരനെ ഇടതുവശത്തും. യേശു പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ. അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. യേശുവേ, നന്മ ചെയ്യാൻ ചുറ്റി നടന്ന നിന്റെ പാദങ്ങളിലും അത്ഭുതങ്ങൾ പ്രവർത്തിച്ച കരങ്ങളിലും അവർ ആണികൾ തറച്ചല്ലോ. നീ നൽകിയ സ്വാതന്ത്ര്യത്തിന് പകരം അവർ നിന്നെ ബന്ധനസ്ഥനാക്കി കുരിശിൽ തറച്ചു. എല്ലാ വേദനകളും ഉപേക്ഷിക്കലുകളും എൻ്റെ രക്ഷയ്ക്കായി നീ സഹിക്കുന്നുവല്ലോ. എൻ്റെ ചെയ്തികളെയും നല്ല ഉദ്ദേശങ്ങളെയും മറ്റുള്ളവരും തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നെയും കുരിശിൽ തറയ്ക്കാറുണ്ട്. കൈകാലുകൾ തറയ്ക്കപ്പെടുമ്പോഴും ശരീരം തളയ്ക്കപ്പെടുമ്പോഴും ഹൃദയത്തിൽ സ്നേഹം മാത്രം നിറച്ചുവെച്ച് എല്ലാം സഹിച്ച് നിന്നെപ്പോലെ ആയിത്തീരുവാൻ എന്നെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. കുരിശിന്മേലാർത്തനായി തൂങ്ങി മരിക്കുന്നു രക്ഷകൻ ദൈവം. സൂര്യബിംബം മങ്ങി മറയുന്നു. ഭൂവിലെല്ലാം ഇരുൾ തിങ്ങുന്നു.
ചായ്ക്കുവാൻ ഭരമേ ദൈവപുത്രനു തെല്ലൊരിടമില്ല. നിസ്വനെന്നും ബെത്ലഹേം മുതലേ ഗാഗുൽത്താ മരണവേദി വരെ പന്ത്രണ്ടാം സ്ഥലം യേശു കുരിശിൽ മരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. എല്ലാ രോഗികൾക്കും മരണാസന്നർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു. 9 മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. സൂര്യൻ ഇരുണ്ടു. ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കീറി. യേശു ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. എല്ലാ വേദനകളും അതിൻ്റെ പൂർണ്ണതയിൽ സഹിച്ച് പിതാവിൻ്റെ കരങ്ങളിൽ ആത്മാവിനെ സമർപ്പിച്ച് അവൻ കുരിശിൽ പിടഞ്ഞു മരിക്കുന്നു. യേശുവേ, അങ്ങയുടെ കുരിശുമരണം എനിക്ക് വെളിപാടുകളുടെ തീരാപ്രവാഹമാണ്. അടുത്ത കുരിശിൽ കിടക്കുന്നവൻ ദൈവപുത്രനാണ് എന്ന് നല്ല കള്ളൻ മനസ്സിലാക്കുന്നു. സത്യം അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ അയാൾ അവസാന നിമിഷം പറുദീസ സ്വന്തമാക്കുന്നു. എൻ്റെ അടുത്തു നിൽക്കുന്നവനും ദൈവപുത്രനാണെന്ന സത്യം ഞാനിനി എന്നാണ് അംഗീകരിക്കുക? ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് അങ്ങ് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നെ കുരിശിൽ തറയ്ക്കുന്നവരും തങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് അറിയാത്തവരാണല്ലോ. അവരുടെ അറിവില്ലായ്മ പൊറുക്കാൻ ഞാനിനി എന്നാണ് പ്രാർത്ഥിക്കുക? എല്ലാത്തിൻ്റെയും ഒടുവിൽ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങ് മരിക്കുന്നല്ലോ. എൻ്റെ എല്ലാ സഹനങ്ങളും ഞാനിനി എന്നാണ് അങ്ങയെ വരമേൽപ്പിക്കുന്നത്? യേശുവേ, ഞാനും ഒരു ദിവസം മരിക്കും. അതിനു മുൻപ് അടുത്തു നിൽക്കുന്നവനിൽ അങ്ങയെ കാണാനും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കാനും എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. ആത്മജന്റെ പൂജ്യമേ നീതാ, ദേവമാതാവേറ്റുവാങ്ങുന്നു. ദിവ്യജനനി നിൻ മഹാദുഃഖം വാക്കിനാലെ വർണ്ണ്യമല്ലേതും. അംബികേ, നിൻ ദിവ്യഹൃദയത്തിൽ മൂർച്ചവാളിൻ മുന കടന്നല്ലോ. കഥനവായ്പിൽ നിനക്കൊരാശ്വാസം പകരുവാനിന്നാരു ലോകത്തിൽ. പതിമൂന്നാം സ്ഥലം യേശുവിൻ്റെ ശരീരം കുരിശിൽ നിന്നിറക്കി മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ
വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. എല്ലാ മാതാപിതാക്കൾക്കും വാർദ്ധക്യത്തിൽ ഒറ്റപ്പെടുന്നവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ ശരീരം കുരിശിൽ നിന്നിറക്കി മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു. താരാട്ട് പാടുകയും തലോടുകയും ചെയ്ത കരങ്ങൾ ഇപ്പോൾ മകൻ്റെ മൃതശരീരത്തെ മുറുകെ പിടിച്ചിരിക്കുന്നു. ജീവൻ പിരിഞ്ഞ ശരീരമാണെങ്കിലും അമ്മയ്ക്കത് പ്രിയപ്പെട്ട മകൻ തന്നെയാണ്. മകൻ ശാരീരികമായി അനുഭവിച്ച വേദന മുഴുവൻ അമ്മയിപ്പോൾ മാനസികമായി അനുഭവിക്കുന്നു. പരിശുദ്ധ മാതാവേ, അങ്ങയോട് ചേർന്ന് ഞാനും നിൽക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോന്നിട്ടുള്ള എല്ലാ സഹനങ്ങളെയും കാൾ വലുതാണ് അങ്ങയുടെ സഹനമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ സഹനങ്ങളുടെ അർത്ഥവും കാരണവും കണ്ടുപിടിക്കാനാവാതെ കുഴങ്ങുമ്പോൾ കുരിശിൻ ചുവട്ടിലെ അങ്ങയുടെ മുഖം എനിക്ക് ആശ്വാസമാവട്ടെ. അത് എൻ്റെ എല്ലാ സഹനങ്ങളിലും ബലവും കോട്ടയുമായി മാറട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരുടെ അപ്രതീക്ഷിത മരണത്തിലും അപകടങ്ങളിലും രോഗങ്ങളിലും അങ്ങേ ജീവിതം എനിക്ക് മാതൃകയാകട്ടെ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. പൂജ്യദേഹം പുതിയ കല്ലറയിൽ മഹിമയോടെ സംസ്കരിക്കുന്നു. ക്ഷണികമീ നരജീവിതത്തിൻ്റെ പൊരുളു കാണാൻ വരം നൽകണമേ. ഉയിർപ്പിൻ്റെ ശരണമുണ്ടിവിടെ, പ്രഭാതത്തിൻ കിരണമുണ്ടിവിടെ. 3 നാൾ കഴിഞ്ഞു ദൈവസുതൻ വിജയപൂർവമുയർത്തെഴുന്നേൽക്കും. പതിനാലാം സ്ഥലം യേശുവിൻ്റെ ശരീരം സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. നിരാശയിൽ കഴിയുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിക്കോദേമോസ് പീലാത്തോസിൻ്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ചു. അവനത് താഴെ ഇറക്കി ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയതും ആരെയും അന്നുവരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയിൽ വച്ചു. യേശുവേ, അങ്ങിപ്പോൾ നിശബ്ദനാണ്. പ്രതീക്ഷയോടെ 3-ാം നാൾ കാത്തിരിക്കുന്നവനാണ്. മരണവും ശവകുടീരവും ഒന്നിൻ്റെയും അവസാനമല്ല എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. മരണമെന്നത് വെളിച്ചത്തിൻ്റെ അണയലല്ല, മറിച്ച് പ്രഭാതം വന്നെത്തിയതുകൊണ്ട് തിരികെടുത്തുന്ന അനുഭവമാണെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ജീവിതത്തിലും പ്രതീക്ഷയുടെ 3-ാം ദിവസത്തെ ഉത്സാഹത്തോടെ കാത്തിരിക്കുന്നവനായി എന്നെയും മാറ്റണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. സ്വന്തം ജനങ്ങളെ തേടി മണ്ണിടത്തിൽ വന്നു ദേവസുതൻ.
ദൈവസായുജ്യം. യേശുവേ നിൻ ഹൃദയക്കോവിലിൽ സ്വയമിതാ ഞാൻ അർപ്പണം ചെയ്വൂ. സമാപന പ്രാർത്ഥന. പിതാവായ ദൈവമേ, അങ്ങയുടെ ഏകപുത്രനെ ഞങ്ങളുടെ രക്ഷയ്ക്കായി ഭൂമിയിലേക്ക് അയച്ചതിന് നന്ദി പറയുന്നു. കുരിശിൻ്റെ വഴിയിലൂടെ അങ്ങയുടെ പ്രിയപുത്രനെ അനുഗമിക്കാൻ ഞങ്ങളെ അനുവദിച്ചതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കുരിശിൻ്റെ വഴിയുടെ അവസാനം കുരിശും കല്ലറയും അല്ല, പ്രതീക്ഷയുടെ ഉത്ഥാനമാണെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നല്ലോ. ഞങ്ങളും അനുദിനം കുരിശിൻ്റെ വഴിയിലൂടെ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. കണ്ണീരും ദുരിതവും നിറഞ്ഞ ഈ യാത്രയിൽ അങ്ങയുടെ അനുഗ്രഹവും പുത്രൻ്റെ മാർഗദർശനവും പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണവും ഞങ്ങൾക്ക് ഉണ്ടാകുമാറാകട്ടെ. അങ്ങയെപ്പോലെ ഞങ്ങളും പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും ഉയിർപ്പിൽ എത്തിച്ചേരട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. മനസ്താപപ്രകരണം. എന്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമേൻ.